ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ ഒരു തലമുറ ഉപദേശങ്ങളൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നവരല്ല. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എന്നെയും നമ്മളങ്ങനെ ഉപദേശിക്കുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. ആരെങ്കിലുമൊക്കെ പിടിച്ചിരുത്തി ഉപദേശിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇന്നത്തെ കുട്ടികളുടെ ഭാഷ പറയുകയാണെങ്കിൽ അവിടെ നിന്ന് സ്കൂട്ടാകുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നൊരു കാര്യം. ഉപദേശം ഇന്നത്തെ കാലത്ത് എത്രമാത്രം പറഞ്ഞു കൊടുക്കാമെങ്കിലും ഉപദേശം എത്രമാത്രം വിജയിക്കുമെന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. പക്ഷേ വിജയിക്കുന്നൊരു കാര്യമുണ്ട് ഇന്നത്തെ കാലത്ത്. എന്താണ്? എന്തെങ്കിലുമൊക്കെ നല്ല മാതൃകകളെ കണ്ടാൽ അത് അനുകരിക്കണമെന്ന് ഒരു തോന്നൽ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും തന്നെ ഉണ്ട്. നല്ല മാതൃകകളെ അനുകരിക്കണമെന്നത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികളോട് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ, തലമുറയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അല്ലെങ്കിൽ ആരെയാണ് ഇഷ്ടം എന്നൊക്കെ ചോദിച്ചാൽ അവർ കുറേ വ്യക്തികളെ പറയാനുണ്ട്. ഉപദേശിച്ച് കഴിയുന്നതിനേക്കാൾ നല്ലത് അവർക്ക് നല്ല മാതൃകകളെ, പ്രത്യേകിച്ച് നല്ല ഫുട്ബോൾ താരങ്ങളെ, നല്ല സിനിമാ താരങ്ങളെ, അങ്ങനെയൊക്കെ അവരെയൊക്കെ അനുകരിക്കാനും അവരുടെയൊക്കെ ജീവിതത്തിലെ പ്രചോദനം ഉൾക്കൊള്ളാനൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് വലിയ താല്പര്യമുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ റീൽസും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള ഇൻസ്റ്റഗ്രാം പേജുകളിലൊക്കെ നല്ല ജീവിതങ്ങളെ പ്രചോദിപ്പിക്കുന്ന നന്മകൾ ചെയ്യുന്നവരുടെ വീഡിയോസിനൊക്കെ നല്ല വ്യൂ നമ്മൾ കാണാറുണ്ട്. നല്ല മാതൃകകളെ എന്നും അനുകരിക്കാൻ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് വലിയ താല്പര്യമാണെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ ഒരു ഹീറോയെ എന്നും കാണണം എന്നുള്ളതാണ്. ഒരു ഹീറോ ഇങ്ങനെ ആയാൽ ഒരു നല്ലൊരു മനുഷ്യനാകാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ള വ്യക്തിത്വം എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഇന്നത്തെ എല്ലാ തലമുറയും എല്ലാ വ്യക്തികളും തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നല്ല മാതൃകകളെ അനുകരിക്കാൻ. നമ്മൾ സുവിശേഷം വായിക്കുമ്പോഴും പലപ്പോഴും ഇങ്ങനെ ജസ്റ്റ് വായനകൾക്ക് വേണ്ടി മാത്രം നമ്മളിങ്ങനെ വായിച്ചു പോകാറുണ്ട്. ശരിക്ക് ഓരോ സുവിശേഷ ഭാഗങ്ങളും അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി വായിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സിനിമയിലൊക്കെ കാണുന്ന ഹീറോയ്ക്കൊക്കെ ലഭിക്കുന്ന ആ ഇങ്ങനെ മാസ് എൻട്രി മ്യൂസിക്കൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ടാൻ 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 എന്നൊക്കെ വേണ്ടി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ കൂടുതൽ കേൾക്കാറുണ്ടല്ലോ. അങ്ങനത്തെയൊക്കെ മ്യൂസിക്കൊക്കെ ഇട്ട് വായിക്കേണ്ടി വരും ചില ഭാഗങ്ങളൊക്കെ. ഈശോയുടെ ചില സീൻസൊക്കെ, പ്രത്യേകിച്ച് ഞാൻ ഇന്നത്തെ ഈ ഒരു വിചിന്തനത്തിനായിട്ട് എടുക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലുള്ളതാണ്. അതായത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, പാപിനിയായ സ്ത്രീയുടെ കാര്യമാണ്. അതിനെക്കുറിച്ച് എനിക്കൊരു ലളിതഗാനമൊക്കെ എഴുതാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാപിനിയായ സ്ത്രീയെ വിധിച്ചില്ല നാഥൻ, പ്രിയനാഥൻ എന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ പല ബൈബിൾ കലോത്സവങ്ങൾക്കും പാടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചിന്ത ഒന്ന് പങ്കുവെക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ആ ഒരു സീൻ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നമുക്കറിയാം, മോശയുടെ നിയമപ്രകാരം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുക, അതിന് വേറെ സംശയമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതാണ് നിയമം. അത് സുവിശേഷം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു സത്യം മനസ്സിലാക്കി സാധാരണ പാലസ്തീനയിൽ ഈ ഒരു കുറ്റകൃത്യത്തിൽ വിധിക്കപ്പെടുന്നവരെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതാണ്. പക്ഷേ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്ത് അവർ, പ്രത്യേകിച്ച് സുവിശേഷകൻ പറയുന്നുണ്ട്, യോഹന്നാൻ സുവിശേഷം പറയുന്നുണ്ട്, മുതിർന്നവർ തുടങ്ങി താഴേക്ക്. അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും ഉയർന്നവരാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. എന്താണ് പ്ലാൻ? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഒരു സ്ത്രീ, എവിടെയോ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്ത്രീയെ നൈസായിട്ട് ഈശോയുടെ മുൻപിൽ കൊണ്ടുവരാം. ഈശോയുടെ മുൻപിൽ കൊണ്ടുവന്ന് എന്ത് സംഭവിക്കും? ഈശോയെ എങ്ങനെയെങ്കിലും ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ പെടുത്താൻ വേണ്ടി സാധിക്കും. പെടുത്താനുള്ള ഏറ്റവും നല്ല ഉപാധിയായി അവരതിനെ എടുത്തു എന്നുള്ളതാണ്. വട്ടമേശ കൂടി പ്ലാൻ ചെയ്തു. സമൂഹത്തിലപ്പോൾ ഉന്നത തലത്തിലുള്ളവരാണ് ഈ സ്ത്രീയെയും കൊണ്ട് വന്നിരിക്കുന്നത്. ഈശോയുടെ മുൻപിലേക്ക് തള്ളിയിടുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ മോശയുടെ നിയമപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലണം, നീ എന്തു പറയുന്നു? കുറച്ചുകൂടെ ഹാർഷ് വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകും. താനെന്തു പറയുന്നു? പിന്നെ മേ ബി കുറച്ചുകൂടെ മോശമായ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്ന് സുവിശേഷകൻ കുറേ കൂടെ മാന്യമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഈശോ ഒന്നും പറയുന്നില്ല. ഓർക്കണം, ഇത് നല്ല വെൽ പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടിയാണ്. അതായത് ഈശോയുടെ സന്നിധിയിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഈ സ്ത്രീയെ കൊണ്ടുവന്ന് തള്ളിയിട്ടതിന് ശേഷം ഈശോ പറയാണ്, നിങ്ങൾ ആ സ്ത്രീയെ കൊല്ലരുത്, കല്ലെറിയരുത് എന്ന് പറയുന്ന മാത്രയിൽ അവർക്ക്
പരമ്പരാഗതമായി നിലനിന്നിരുന്ന മോശയുടെ നിയമത്തിന് എതിരെ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ യേശുവിനെയും ഈ സ്ത്രീയോടൊപ്പം വിധിക്കാൻ വേണ്ടി സാധിക്കും. ഇനിയല്ല ഈശോ പറയാണ്, ഓക്കെ, മോശയുടെ നിയമം അങ്ങനെയാണ് അനുശാസിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, കല്ലെറിഞ്ഞോളൂ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെ മുൻപിൽ വെച്ച് ഈശോയെ പരിഹസിക്കാം. എന്ത്? 70 പ്രാവശ്യം ക്ഷമിക്കണം, പൊറുക്കണം, സഹോദരനെ സ്നേഹിക്കണം, അയൽക്കാരനെ സ്നേഹിക്കണം, എന്തോ ഒരു സ്നേഹത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും കരുണയെക്കുറിച്ചും പ്രസംഗിച്ച് ഈ 3 വർഷം കൊണ്ട് എന്തോ ഒരു ആളുകളെയാണ് നീ നേടിയത്, എന്നിട്ട് ഇപ്പോഴും പറയാണ് കല്ലെറിഞ്ഞു കൊന്നോളൂ. അപ്പോൾ ഈശോ എന്തു പറഞ്ഞാലും അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അത് ഈശോയ്ക്ക് തന്നെയായിരിക്കും ബുദ്ധിമുട്ട് എന്ന് ഈ വട്ടമേശ സമ്മേളനം കൂടി സമൂഹത്തിൽ ഉയർന്ന തലങ്ങളിലിരിക്കുന്നതായ നിയമജ്ഞരും ഫരീസയരും എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു പ്രത്യേകതരം പ്ലോട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സിനിമ സിറ്റുവേഷനാണ് ഇവിടെ. അതായത് വില്ലനും നടൻ സാധാരണ സിനിമകളിൽ അങ്ങനെയാണല്ലോ, നടന് യാതൊരു രക്ഷപ്പെടാനുള്ള സാഹചര്യം ഇല്ലാത്തിടത്ത് നിന്നും അവസാനം ഈ പ്രധാന കഥാപാത്രം വിജയിച്ച് പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്നിടത്താണ് ഇത്രയും ശക്തമായ ആർപ്പ് വിളി മ്യൂസിക് ഉണ്ടാകുന്നത്. അവിടെയാണ് എല്ലാവരും തിയേറ്ററിൽ കൈയടിക്കുന്നത്. അവിടെയാണ് ഓരോ കുട്ടികളും എന്തെങ്കിലുമൊക്കെ മാതൃകയാക്കാനുള്ള വ്യക്തിത്വങ്ങളെ കണ്ടെത്തുന്നത്. രക്ഷപ്പെട്ട് ഹീറോ ആയിട്ട് വരുന്നൊരിടം. അപ്പോൾ ഈശോ കംപ്ലീറ്റ്ലി ട്രാപ്പിൽപ്പെട്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. കമ എന്നൊരു അക്ഷരം മിണ്ടിയാൽ അത് അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സാഹചര്യം. കാരണം ആയിരക്കണക്കിന് ആളുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു കാര്യം. ഈശോ നിശബ്ദമായി നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് അവരെ നോക്കി പറയുകയാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്കുകളാണ്. എന്താണ്? നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ എന്ന്. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. സ്നേഹമുള്ളവരെ, മോശയുടെ നിയമത്തിനെതിരെ പറഞ്ഞോ? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന നിയമത്തിനെതിരെ പറഞ്ഞോ? ഇല്ല. ഇനി മോശയുടെ നിയമം സൂക്ഷിച്ചുകൊണ്ട് ക്ഷമയും കരുണയും ഒക്കെ പഠിപ്പിച്ച ഈശോ തൻ്റെ നിയമത്തിനെതിരെ പറഞ്ഞോ? ഇല്ല. ഈശോ പറയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. വലിയ പഠിച്ച് വിദ്യാഭ്യാസമുള്ള ആളുകളുടെ വാക്കൊന്നുമല്ല. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. യോഹന്നാൻ സുവിശേഷം പറയുന്നത്, വലിയവർ തുടങ്ങി മുതിർന്നവർ തുടങ്ങി താഴേക്ക് കല്ലുകൾ താഴെയിട്ട് മടങ്ങി എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടുഭാഷയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ പറഞ്ഞ സെറ്റും നെറ്റും ഡോക്ടറേറ്റും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും മറ്റ് മേഖലകളിലും സാംസ്കാരിക മേഖലകളിലും ഒക്കെ ഉയർന്ന തലത്തിലുള്ള ആളുകൾ തുടങ്ങി സാധാരണക്കാർ പോലും കല്ലുകൾ താഴെയിട്ട് കമ എന്നൊരക്ഷരം പോലും മിണ്ടാതെ മടങ്ങി എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു വീഡിയോ ആയി ചിത്രീകരിച്ച് ഒരു സിനിമ പോലെയൊക്കെ ഇറക്കുകയാണെന്നുണ്ടല്ലോ, ഈ ലോകം കണ്ട ഏറ്റവും വലിയ മാസ് സിനിമ ഇതാണ്. ഒരു ഹീറോയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും ശക്തമായ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് സീൻ അവസാനിപ്പിക്കേണ്ട ഒരു സുവിശേഷ ഭാഗമാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. പാപിനിയായ സ്ത്രീയെ നോക്കി ഈശോ പറയാണ്, സ്ത്രീയെ, നിന്നെ ആരും വിധിച്ചില്ലേ? സ്ത്രീ പറയുന്നു, ഇല്ല. എങ്കിൽ ഞാനും നിന്നെ വിധിക്കുന്നില്ല. നമ്മളോട് എല്ലാവരോടും പറയുന്നൊരു വാക്കതാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾക്ക് എവിടെയാണ് വിധിക്കാൻ അവകാശം? പലപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ ഇപ്പോൾ സാധാരണ ചെയ്യുന്നൊരു കാര്യമുണ്ടല്ലോ, ചെറിയൊരു കാര്യമായിരിക്കാം. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? അതിങ്ങനെ 4 ആൾ കൂടി ചർച്ച ചെയ്ത് അതിന് നമ്മളുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള മസാല എല്ലാം കൂടെ ചേർത്ത് അത് ഒരു പുതിയൊരു സംഭവമായി ചെറിയൊരു കാര്യത്തെ ഇങ്ങനെ അവതരിപ്പിച്ച് ഒരു മനുഷ്യനെ എത്രമാത്രം സമൂഹത്തിന് മുൻപിൽ അവഹേളിക്കുവാൻ സാധിക്കുന്ന അത്രമാത്രം അവഹേളിച്ച് കൊണ്ടുപോവുക എന്നതാണ് ഇന്നത്തെ ഒരു പ്രത്യേക ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരാളെ വിധിക്കുന്നതിലൂടെയും ഒരാളുടെ കുറവുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലൂടെയും പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ അയാളെക്കാളും ആ വ്യക്തിയെക്കാളും നല്ലതാണ്, ബെറ്ററാണ്, ഞാൻ അവനേക്കാളും വിശുദ്ധനാണ്, ഞാൻ അവനേക്കാളും എന്തൊക്കെയോ കാര്യങ്ങളിൽ ഉന്നതിയിലുള്ളവനാണ് എന്നൊക്കെ പറയാനുള്ള ശ്രമമാണ്. അത് എൻ്റെ തന്നെ കുറവുകളെ എങ്ങനെ മറച്ച് മറ്റുള്ളവരിൽ ചാർത്താൻ സാധിക്കും. ഇതാണ് വിധി നടപ്പിലാക്കുന്ന വ്യക്തിയുടെ ഉദ്ദേശം.
വിധിക്കാൻ നമ്മൾ ആരുമല്ല എന്നുള്ള കാര്യം സുവിശേഷം വളരെ ശക്തമായി പറയും. ഈശോ പോലും പറയുകയാണ്, എന്ത്, സ്ത്രീയെ നിന്നെ ആരും വിധിച്ചില്ലേ? ഇല്ല, എങ്കിൽ ഞാനും നിന്നെ വിധിക്കുന്നില്ല. എവിടെയാണ് വിധിക്കാൻ നമുക്ക് അവകാശം? ഈശോ നിലത്തുകൊണ്ട് എഴുതി എന്ന് പറയുന്നുണ്ടല്ലോ. നിലത്തുകൊണ്ട് എഴുതി എന്നതിന് പണ്ഡിതന്മാർ പറയുന്നത്, ഈശോ ഈ ഭൂമിയിലെ തൻ്റെ പിതാവിനെ സ്മരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഭൂമിയിലെ തൻ്റെ പിതാവിനെ ഈശോ സ്മരിച്ചിരുന്നു. അതായത് 33 വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീ വിവാഹത്തിന് മുൻപേ ഗർഭിണിയായി കാണപ്പെട്ടപ്പോൾ സമൂഹം അവളെ കല്ലെറിയാനും ഇതേ നിയമങ്ങൾ കൊണ്ട് വിധിക്കാനും ഉണ്ടായ സാഹചര്യത്തിൽ അവളെ അവഹേളിതയാക്കാൻ ആഗ്രഹമില്ലാതെ യൗസേപ്പ് പിതാവ് മാതാവിനോട് കാണിച്ച ആ മനോഭാവം, തൻ്റെ ഈ ഭൂമിയിലെ പിതാവിനെ ഈശോ അന്ന് അവിടെ ഈ നിലത്തെഴുതിക്കൊണ്ട് ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ട് ഓർത്തിരുന്നു എന്ന് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളോടും പറയുന്നത് തന്നെയാണ്, നമുക്ക് എവിടെയാണ് ഒരാളുടെ കുറവുകൾ കണ്ട് അദ്ദേഹത്തെ വിധിക്കുവാനും അത് പറഞ്ഞു നടക്കാനും അവകാശം? നമുക്കതിനുള്ള അവകാശമില്ല എന്ന് വചനം പോലും നമ്മൾക്ക് ശക്തമായ താക്കീത് നൽകുകയാണ്. ഞാനൊരു അനുഭവം ഓർക്കുകയാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത്, സെമിനാരിൽ പഠിക്കുന്ന കാലത്ത് ഇത്തിരി ഉഴപ്പൊക്കെ ആയിട്ട് നടന്നൊരാളാണ്. കളിയും അങ്ങനെ വലിയ നല്ല സ്റ്റുഡൻ്റാണ്, നല്ല പഠിക്കുന്ന കുട്ടിയാണെന്നുള്ള പേരുള്ള ആളൊന്നും ആയിരുന്നില്ല. അപ്പോൾ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. അത്ര ഉറ്റ സുഹൃത്തൊന്നുമല്ല. ഒരു ദിവസം പ്രത്യേകമായി നമ്മൾ രണ്ടുപേരും ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി. അപ്പോൾ അദ്ദേഹം, ആ ബ്രദർ എന്നെക്കാളും ഇത്തിരി പേരിൽ ഇത്തിരി താഴെയാണ്. അതായത് അത്ര വലിയ പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല, അവൻ ഇത്തിരി ഉഴപ്പാണ് എന്നൊക്കെയുള്ള രീതിയിൽ മറ്റുള്ളവരാൽ പറയപ്പെട്ടിരുന്നൊരു ബ്രദറാണ് അദ്ദേഹം. ഞാൻ പിന്നെ അദ്ദേഹത്തെക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ടാണ് മറ്റുള്ളവർ കണ്ടിരുന്നത്. എത്രമാത്രം ശരിയാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ അത്ര മുൻപന്തിയിലായിരുന്നില്ല ആൾ. പ്രതീക്ഷിച്ചതുപോലെയുള്ള പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചിരുന്നൊരു വ്യക്തിയായിരുന്നില്ല ആൾ. മറ്റുള്ളവരാൽ നല്ലതൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഒരു ബ്രദർ. അപ്പോൾ ഞങ്ങളൊരു ദിവസം ഒരു പ്രത്യേക പ്രോഗ്രാം നടക്കുന്നതിന് മുന്നോടിയായിട്ട് ബാസ്ക്കറ്റ് ബോൾ ഒക്കെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചു. അപ്പോഴാണ് നമ്മൾ കുറേ കൂടി ഒരു സുഹൃത്തുക്കളായി മാറിയത്. അപ്പോൾ ആ സമയത്ത് ഇതിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് പെട്ടെന്നാണ് ഓഡിറ്റോറിയത്തിലെ മ്യൂസിക് കേട്ടപ്പോഴാണ്, ഇന്നവിടെ പ്രോഗ്രാം ഉണ്ടല്ലോ, ഞങ്ങൾ എത്തേണ്ടതാണല്ലോ, ലേറ്റായി എന്നുള്ള കാര്യം മനസ്സിലായത്. ഈ ലേറ്റായിട്ടൊക്കെ പോകുന്നവർ സമയത്തെക്കുറിച്ച് നിഷ്ഠയില്ലാത്തവരും വലിയ സീരിയസ്നെസ് ഇല്ലാത്തവരൊക്കെ ആയിട്ട് കണക്കാക്കപ്പെടാറുണ്ടല്ലോ. ശരിയായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തിടുക്കത്തിൽ ഈ ബാസ്ക്കറ്റ് ബോൾ കോർട്ടിൽ നിന്നും പെട്ടെന്ന് കുളിച്ച് റെഡിയായി നമ്മുടെ ഈ പ്രോഗ്രാമിന് തുടങ്ങിക്കഴിഞ്ഞിട്ടെങ്കിലും എത്താമല്ലോ എന്നുള്ള രീതിയിൽ ഓടുകയാണ്. സ്നേഹമുള്ളവർ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ പോലും കരുതിയിരുന്ന ഒരു ഇത്തിരി ഉഴപ്പനാണെന്ന് കരുതപ്പെട്ട എൻ്റെ സുഹൃത്ത്, അദ്ദേഹം എന്നോട് പറഞ്ഞു, ലിനോ, ബ്രദർ പെട്ടെന്ന് പൊക്കോളൂ, പെട്ടെന്ന് പോയി കുളിച്ചിട്ട് ഓടി കയറിക്കോ, ഞാൻ പതുക്കെ വന്നോളാം. ഞങ്ങൾക്ക് 2 മുറിയും 2 സാഹചര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നാലും എന്നോട് പറയാം, പെട്ടെന്ന് പൊക്കോ, കാരണം എൻ്റെ കൂടെ ഒരുമിച്ച് പ്രോഗ്രാമിന് കയറി കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും വിചാരിക്കും ലിനോയും എന്നെപ്പോലെ, ബ്രദറും എന്നെപ്പോലെ ഒരു ഉഴപ്പനാണ് എന്ന് അവർ കരുതിയേക്കാം. അതുകൊണ്ട് ബ്രദർ പെട്ടെന്ന് ചെന്ന് കുളിച്ച് ഓടിക്കുക, ഞാൻ പിന്നെ പതുക്കെ വന്നോളാം, വെറുതെ ബ്രദറിൻ്റെ പേര് കളയണ്ട എന്ന് അദ്ദേഹം പറയായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ വിധിക്കുന്ന അളവുകോലിനൊന്നും യാതൊരു ശക്തിയുമില്ല എന്നുള്ളതാണ്. നമ്മൾ കൊള്ളരുതാത്തവനാണ്, മോശപ്പെട്ടവനാണ് എന്നൊക്കെ കരുതി നിൽക്കുന്ന വ്യക്തികളൊന്നും ഉള്ളുകൊണ്ടൊരിക്കലും മോശക്കാരല്ല. അത്രയും വിശാലമായ ഒരു മനസ്സുള്ളൊരു വ്യക്തിയെ ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ പഠനകാലത്ത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അന്നാണ് ഒരു വ്യക്തിയുടെ ബാഹ്യമായ കാര്യങ്ങൾ നോക്കി ഒരു വ്യക്തിയെ വിധിക്കരുതെന്ന് മനസ്സിലായത്. എന്തു സ്നേഹത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ കൂടെ വന്നിട്ടൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് അന്ന് മനസ്സിലായ ഒരു കാര്യമാണ്, ഒരു കാര്യം തുറന്ന് സംസാരിക്കാൻ, എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടായാൽ മറ്റാരോടും പറയാൻ സാധിക്കാത്തൊരു കാര്യം പോലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്ന ഒരു സ്നേഹമുള്ളൊരു സുഹൃത്ത് എനിക്കുണ്ട് എന്ന് തോന്നിയൊരു നിമിഷമായിരുന്നു അത്. സ്നേഹമുള്ളവരെ, വിധി നടപ്പിലാക്കാൻ നമ്മൾ ആരാണ്? എവിടെയാണ് നമ്മൾക്ക് വിധി നടപ്പിലാക്കാനുള്ള അധികാരം ലഭിച്ചിരിക്കുന്നത്?
പലപ്പോഴും ബാഹ്യമായ കാര്യങ്ങൾ കണ്ടിട്ട് പലപ്പോഴും നമ്മൾ വിധിക്കാറുണ്ട്. എപ്പോഴും പറയാറുന്ന കാര്യമാണ്, കുട്ടികളൊക്കെ ഇങ്ങനെ മുടിയൊക്കെ നീട്ടി കുറച്ച് മോഡലിംഗ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ പള്ളി കയറാൻ പാടില്ല, ദേവാലയത്തിൽ കയറുന്നത് അത് തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തോരം അവരെന്ന് ഇതൊക്കെ മാറി വന്നിട്ട് ദേവാലയത്തിൽ കയറ്റാം എന്നുള്ളത്, എന്ന് അവർ വരും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. അവരായിരിക്കുന്ന രീതിയിൽ അവരെ സ്വീകരിക്കുക. കീറിയ ജീൻസ്, മുട്ട് കീറിയ ജീൻസ് ആണെങ്കിൽ പള്ളിയിൽ നിന്ന് ഇറക്കി വിടുക, അങ്ങനെയൊക്കെ കാര്യം ശരി. വസ്ത്രധാരണത്തെക്കുറിച്ചൊക്കെ നല്ലതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാനൊക്കെ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷെ എന്നാലും ആ ബാഹ്യമായ ഒരു കാര്യം വെച്ച് ഒരു വ്യക്തിയെ പരിപൂർണമായി വിധിക്കുക എന്നത് ഒരിക്കലും നമ്മൾ ചെയ്തുകൂടാത്തൊരു കാര്യമാണെന്ന് സുവിശേഷം നമുക്ക് സാക്ഷ്യമായി പറയുകയാണ്. ഒരിക്കലും വിധി നടപ്പിലാക്കാൻ നമ്മൾ യോഗ്യരല്ല, നമുക്കതിനുള്ള അവകാശമില്ല എന്ന് സ്നേഹത്തോടെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊരു ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിശപ്പും ദാഹവും എന്നൊക്കെ പറയുന്നത് എന്നെ ഞാനായിരിക്കുന്ന രീതിയിൽ അംഗീകരിക്കാൻ ഒരാളില്ല എന്ന് തന്നെയാണ്. ഇംഗ്ലീഷിൽ പറയുന്നത് ദ റിച്ചസ്റ്റ് വേർഡ്, ദ കോസ്റ്റ്ലി വേർഡ് ഈസ് റെക്കഗ്നിഷൻ. അതായത് അംഗീകാരമാണ് ഏറ്റവും വിലയുള്ള വാക്ക് എന്നാണ് പറയുന്നത്. ഏറ്റവും വിലയുള്ളത്, ഈ ലോകത്തിൽ ഏറ്റവും വില കൊടുത്ത് വാങ്ങേണ്ടത് അംഗീകാരമാണെന്ന് പറയുന്നത്. അംഗീകാരത്തിന് വേണ്ടി പരക്കം പായുന്ന വ്യക്തിത്വങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. എന്തോ ഒരു പൈസ മുടക്കിയും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റൊക്കെ ആയിട്ട് അംഗീകാരം കിട്ടാൻ, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്ന ഒത്തിരി വ്യക്തികൾ നമുക്കറിയാം. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഏറ്റവും വിലയുള്ള വാക്ക് എന്ന് പറയുന്നത് അംഗീകാരമാണ്. എന്നെ അംഗീകരിക്കാത്തിടത്ത് എനിക്കിരിക്കാൻ സാധിക്കില്ല. എന്നെ അംഗീകരിക്കാത്ത ഒരു കുടുംബത്തിൽ എനിക്കായിരിക്കാൻ സാധിക്കില്ല. ഒരു ഭർത്താവിനെ അംഗീകരിക്കാത്ത ഭാര്യയുടെ അടുത്ത് എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും വേണ്ട രീതിയിൽ എന്നെ അതേ രീതിയിൽ എന്നെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എനിക്കവിടെ സ്ഥാനമില്ല, അല്ലെങ്കിൽ ആ ഭർത്താവിനോ ഭാര്യയ്ക്കോ അവിടെ സ്ഥാനമില്ല എന്നുള്ളത്. മക്കളുടെ ഇന്നത്തെ മനോഭാവ സാഹചര്യങ്ങളും അനുസരിച്ച് കുറവുകളെ തിരുത്താതെയല്ല, മറിച്ച് കുറവുകളോടെ അംഗീകരിക്കാൻ സാധിക്കാത്ത ഇടത്ത് മക്കൾക്കും ആയിരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു കുഴപ്പം അതാണ്. വേണ്ടത്ര അംഗീകാരവും സ്നേഹവും ഒന്നും പരിഗണനയും ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് വലിയ ഒരു ബുദ്ധിമുട്ട്. അതാണ് പറയുന്നത്, മദർ തെരേസ പറയുന്നത്, ഇന്നത്തെ കാലത്തിൻ്റെ ഏറ്റവും വലിയ വിശപ്പ് സ്നേഹത്തിന് വേണ്ടിയുള്ള വിശപ്പാണ്. ദാഹം അംഗീകാരത്തിന് വേണ്ടിയുള്ള ദാഹമാണ്, പരിഗണനയ്ക്ക് വേണ്ടിയുള്ള ദാഹവും വിശപ്പും ഒക്കെയാണ്. അത് ലഭിച്ചാൽ വേറെ എന്ത് കുറവുകളുണ്ടെങ്കിലും എത്ര കടബാധ്യതകളുണ്ടെങ്കിലും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി സാധിക്കും. പല ആത്മഹത്യ പ്രവണതകളും ഒക്കെ സംഭവിക്കുന്നതിന് കാരണം എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല, എന്നെ ഞാനായി തന്നെ പരിഗണിക്കുവാനും അംഗീകരിക്കുവാനും ആരുമില്ല എന്ന് തോന്നുന്നിടത്താണ്. എന്തോരം കുറവുകളുണ്ടെങ്കിലും എന്നെ ചേർത്ത് പിടിക്കാൻ, എൻ്റെ കുറവുകളോടെ ഒന്ന് തലചായ്ക്കാൻ, കേൾക്കാനെങ്കിലും ഒരു വ്യക്തിയുണ്ട് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ആശ്വാസപ്രദമായ കാര്യമാണ്. ഞാൻ എപ്പോഴും ഓർക്കാറുള്ള കാര്യമാണ്, പരിയാരത്ത് മെഡിക്കൽ കോളേജിന് നേരെ മുൻപിലുള്ള പള്ളിയിലാണ് ഞാൻ. അപ്പോൾ അവിടെ ഉള്ളപ്പോഴൊക്കെ പല രീതിയിൽ രോഗങ്ങളാലും ഒക്കെ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി പേര്, നാനാജാതി മതവിഭാഗങ്ങളിൽപ്പെടുന്ന സ്നേഹിതർ വരാറുണ്ട്. അവർ വന്നിട്ട് അവർക്ക് ആരോടെങ്കിലുമൊക്കെ ഇതൊന്ന് തുറന്ന് പറയാം, വിങ്ങിപ്പൊട്ടി ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു ആശ്വാസം അവരുടെ മുഖത്തെപ്പോഴും ഞാൻ കാണാറുണ്ട്. പലപ്പോഴും നമ്മുടെ തന്നെ കത്തോലിക്കരായവർ വന്ന് കുമ്പസാരിച്ചിട്ടൊക്കെ പോകുമ്പോൾ ജീവിതം വഴിമുട്ടി ഇനി അങ്ങോട്ട് എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കാതെയാണ് പലപ്പോഴും കുമ്പസാരക്കൂട്ടിലേക്ക് വരുന്നത്. 2-3 മിനിറ്റ് നേരത്തൊരു കുമ്പസാരവും ഒക്കെ കേട്ട് കുമ്പസാരം നടത്തി ആ ദേവാലയത്തിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോഴും ആ ദേവാലയത്തിലേക്ക് കയറി വന്നപ്പോഴും ഉണ്ടാകുന്ന ആ വ്യക്തിയുടെ മുഖത്തെ വ്യതിയാനം എത്ര അത്ഭുതകരമാണെന്നറിയാമോ? അപ്പോൾ എന്നെ ഞാനാകുന്ന രീതിയിൽ അംഗീകരിക്കാനും മനസ്സിലാക്കാനും സ്വീകരിക്കുവാനും സാധിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകുക എന്നത് വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, സ്ത്രീയെ നിന്നെ ആരും വിധിച്ചില്ലേ? ഇല്ല, എങ്കിൽ ഞാനും നിന്നെ വിധിക്കുന്നില്ല. വീട്ടിലൊരു ഗ്ലാസ് താഴെ വീണ് ഉടഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? പല ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉണ്ടാകുന്ന വേദനകൾ എത്ര മാത്രമാണ്. വേദനകളും ഒക്കെ സ്നേഹത്തിലുണ്ടാകും, പക്ഷേ എത്ര പെട്ടെന്നത് പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഗ്ലാസ് താഴെ വീണ് ഉടയുന്നതിനേക്കാൾ ശബ്ദമാണ് അതിന് ശേഷമുണ്ടാകുന്ന കാര്യങ്ങൾ. പോട്ടെ, സാരമില്ല, വിട്ടുകള, നമുക്ക് ശരിയാക്കാം,
സമയമുണ്ടല്ലോ, ഞാനുണ്ടല്ലോ എന്നൊക്കെയുള്ള പ്രതീക്ഷകളുടെ വാക്കുകളൊക്കെ ഡൈനോസറുകൾ കാലഹരണപ്പെട്ടതുപോലെ ഇങ്ങനെ കാലഹരണപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയോ സ്നേഹത്തിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും ഒക്കെ ചൂട് ഇങ്ങനെ തണുത്തുറഞ്ഞു പോവുകയാണ്. അപ്പോൾ പലപ്പോഴും പലരും വേറെ എവിടെയെങ്കിലുമൊക്കെ സന്തോഷവും സ്നേഹവും ഒക്കെ തേടി പോകേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണ്. സ്നേഹമുള്ളവരെ, ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ കുറവുകളെ വിധിക്കുകയും അതിനെ പരിഹസിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ എന്നെ എത്രമാത്രം അവഹേളിക്കുവാൻ സാധിക്കുന്നു എന്ന് പരിശ്രമിക്കുന്നവരിൽ നിന്നും ഓടി അകലുക എന്നുള്ളതാണ്. അംഗീകാരവും പ്രതീക്ഷയും സ്നേഹവും ഒക്കെ ലഭിക്കുന്നിടങ്ങളിൽ സ്നേഹത്തോടെ കാത്തിരിക്കുക. അവിടെ വലിയ ശക്തിയുണ്ട് എന്നിന്നത്തെ സുവിശേഷം, ഈ ഒരു സുവിശേഷം നമ്മളെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദാഹവും വിശപ്പുമൊക്കെ ഈ സ്നേഹത്തിന് വേണ്ടിയുള്ളതാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു അനുഭവമുണ്ട്, പലപ്പോഴും പലയിടങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആലുവയിൽ തിയോളജി പഠിക്കുന്ന സമയത്ത് ആലുവ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ഒരു സ്നേഹക്കൂട് എന്നൊരു സ്ഥാപനമുണ്ട്. അവിടെ ഒത്തിരി കുട്ടികളൊരു ജോയ് എന്ന് പറയുന്ന ഒരു നോർബർട്ടൈൻ വൈദികൻ നോക്കി നടത്തുന്നൊരു സ്ഥാപനമാണ്. അവിടെ റെയിൽവേ ട്രാക്കിലൊക്കെ ചോരക്കുഞ്ഞായി ഉള്ള കൊച്ചുങ്ങളെ എടുത്ത് അച്ഛൻ സ്നേഹത്തോടെ വളർത്തി വലുതാക്കുകയാണ്. ചെറിയ ക്ലാസ് മുതൽ +2 വരെയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെയുണ്ട്. അപ്പോൾ ഞായറാഴ്ചകൾ ഞങ്ങളവിടെ പോകുമായിരുന്നു. അവിടെ ഒരു ദിവസം പോയപ്പോൾ ഇങ്ങനെ കുട്ടികൾ അവിടെയുള്ള ഒരു ഇത്തിരി ഉയരം കുറഞ്ഞൊരു കയ്യാലയുടെ മുകളിലൂടെ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു കൗതുകകരമായൊരു കളി അവിടെയുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളവിടെ പോയപ്പോൾ കുഞ്ഞു കുട്ടികൾ അതിന് മുകളിൽ കയറാൻ വേണ്ടി ഇങ്ങനെ താല്പര്യം കാണിച്ച് സങ്കടപ്പെട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരെ അങ്ങനെ കയറ്റി അവരുടെ തോളിൽ പിടിച്ച് ഇങ്ങനെ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ഒരു മുതിർന്ന പയ്യൻ, ഒരു മേ ബി +2 ഒക്കെ പഠിക്കാൻ മാത്രം പ്രായമുള്ളൊരു പയ്യൻ ഇതുപോലെ ഇതിന് മുകളിൽ കയറി ഇതാ ഇപ്പോൾ എന്നെ പിടിച്ചോ എന്നുള്ള രീതിയിൽ വൻ പ്രകടനം, ഓസ്കാർ അഭിനയം നടത്തുകയാണ്. ഞങ്ങൾ അവനെയും ഇങ്ങനെ തോളിൽ തട്ടി ഇങ്ങനെ നടത്തി എന്നുള്ളതാണ്. പിന്നീടാണ് അതിൻ്റെ വാസ്തവം നമ്മൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ചോരക്കുഞ്ഞായി വീണപ്പോൾ ഈ സ്ഥാപനത്തിൽ വന്നതാണ്. ഇതുവരെ ഉറ്റവരുടെയും ഉടയവരുടെയും സ്നേഹമോ ലാളനയോ ഒന്നും ലഭിച്ചിട്ടില്ലാത്ത ഒരു പയ്യൻ. ആരെങ്കിലുമൊക്കെ സ്നേഹത്തോടെ എപ്പോഴും എൻ്റെ തോളിൽ തലോടണമെന്ന് ആഗ്രഹിക്കുന്ന ആ മകൻ. അതുകൊണ്ടാണ് അവൻ ഇത്രയും വലിയ അഭിനയം കാണിച്ചത്. എന്നെയും ആ കുഞ്ഞു കുട്ടികളെ സ്പർശിച്ചതുപോലെ എന്നെയും സ്പർശിക്കണമെന്ന ആഗ്രഹത്തോടെ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ വാക്കുകൾ നമുക്ക് ഓർക്കാം. സ്ത്രീയെ, നിന്നെ ആരും വിധിച്ചില്ലേ? ഇല്ല. എങ്കിൽ ഞാനും നിന്നെ വിധിക്കില്ല. മേലിൽ പാപം ചെയ്യരുത്. അതെ, വിധിക്കാൻ നമുക്ക് അവകാശമില്ല. സ്നേഹിക്കുവാനും ചേർത്ത് പിടിക്കുവാനും കുറവുകളെ മനസ്സിലാക്കി തിരുത്തി കൊടുക്കുവാനും മാത്രമാണ് മനുഷ്യന് അവകാശം. വിധി നടപ്പിലാക്കേണ്ടത് ദൈവമാണ്.